ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട മുരളി മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞ് 8 വർഷം തികയാണ്. മാഷെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂർ ജില്ലയുടെയും നഗരത്തിൻ്റെയും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വിവിധ രംഗങ്ങളിൽ സജീവമായി ഇടപെടുകയും ആ ഇടപെടലിൻ്റെ പാദമുദ്രകൾ അവിസ്മരണീയമായി പതിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് എന്നതുകൊണ്ട് ആ അനുസ്മരണ പരിപാടി തീർത്തും വ്യത്യസ്തമായിരിക്കണം എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഒരു സ്മാരക പ്രഭാഷണവും അതോടൊപ്പം തന്നെ ഒരു അനുസ്മരണ പ്രഭാഷണവുമാണ് നമ്മൾ എല്ലാ വർഷവും തന്നെ നടത്തി വരാറുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മാഷ് ആദ്യമായും അവസാനമായും ഒരു അധ്യാപകനായിരുന്നു. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് മാഷയുടെ പേരിലൊരു പുരസ്കാരം നൽകി വരാറുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളിൽ ആ പുരസ്കാര സമർപ്പണവും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മാഷയുടെ ബഹിർമുഖ വ്യക്തിത്വ ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സംഗീതാസ്വാദനം. അതുകൊണ്ട് തന്നെ എല്ലാ അനുസ്മരണ പരിപാടികളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഗീത പരിപാടി കൂടി നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ശ്രീ ONV കുറുപ്പിൻ്റെ ഗാന്ധാരം എന്ന കവിത. ഗാന്ധാരം ഖണ്ഡഹാരായി മാറി എന്നാലും പാവം ഗാന്ധാരിക്കിന്നും പുത്രദുഃഖത്താൽ കേഴാൻ യോഗം. മറ്റുള്ളോർക്കവകാശപ്പെട്ട മണ്ണിനു വേണ്ടി വ്യർത്ഥമായൊരു യുദ്ധം ചെയ്തു ദുർമൂണ്ടു പരദാരത്തെ രജസ്വലയായൊരു സഹോദരിയെ വസ്ത്രാക്ഷേപം ചെയ്യുവാൻ മുതിർന്നവർ ചൂതിലും ചതി ചെയ്തോർ സഭയിൽ സമാധാനദൂതിനായണഞ്ഞോരെ നീചമായി നിന്ദിച്ചവർ അവർ തൻ ജഡങ്ങളാരണഭൂമിയിൽ കണ്ടു വിലപിക്കവേ അമ്മയ്ക്കാ പുത്രദുഃഖം മാത്രം. 18 നാൾ മാത്രം നീണ്ടൊരാ യുദ്ധത്തിൻ്റെ കഥകൾ പാടി പാടി കാലരഥ്യയിലൂടെ സൂതരും മുനിമാരും പാണരും പാവം കിളിപ്പൈതലും അതിൻ പൊരുൾ തിരികൾ തെളിച്ചുപോയി. അമ്മയാ പ്രിയ ജന്മദേശമാം ഗാന്ധാരത്തിനന്യയായിട്ടും ഞങ്ങളാ വിലാപം കേൾക്കുന്നു. ഏതൊരു മഹായുദ്ധകഥയും സമാപിപ്പൂ മാതൃരോദനങ്ങളിലെന്നിവരറിയുന്നു. കൊല്ലിക്കയല്ലേ രസം നിനക്ക്, കൊല്ലിക്കയല്ലേ രസം നിനക്ക് എന്നമ്മേ നിന്റെ പൊള്ളുന്ന മൊഴിയെയ്തത് ആരുടെ നേർക്കായാലും. മൃതി പൂകിയ ജ്യേഷ്ഠഭ്രാതാവാം ശകുനിതൻ ജഡവും നടുങ്ങിയിട്ടുണ്ടാവാം അതു കേൾക്കേ. ഒന്നിനി ചോദിക്കട്ടെ, ഒന്നിനി ചോദിക്കട്ടെ, ഒന്നൊഴിയാതെ ചത്തു മണ്ണടിഞ്ഞ നിന്മക്കൾ ഒന്നിനായിരമായി വീണ്ടും ഈ സഹസ്രാബ്ദ
സഹസ്രാബ്ദസായം സന്ധ്യയിൽ ജന്മം പൂണ്ടതെങ്ങനെ നിന്റെ പഴയ ഗാന്ധാരത്തിൽ പരദാരത്തെ പരദേശത്തെ കയ്യേറുവാൻ ചരടുവലിക്കുന്ന പൂർവവാസനാബന്ധം പിന്നെയും ശകുനിയായി വന്നിതോ ഗാന്ധാരത്തിൽ. ഇന്നു മറ്റേതോ പേരിൽ മറ്റൊരു വേഷത്തിലും ഇപ്പുരാതന ഭൂവിൽ ദക്ഷിണോത്തര പൂർവ പശ്ചിമ പദങ്ങളിൽ ഏതേതോ ഗ്രാമങ്ങളിൽ തനതു മണ്ണിനായി പൊരുതി മരിച്ചോർതൻ ജനനിമാർതൻ ദീനരോദനമുയരുമ്പോൾ കൊല്ലിക്കയല്ലേ രസം നിനക്ക്, കൊല്ലിക്കയല്ലേ രസം നിനക്ക് എന്നമ്മേ നിന്റെ പൊള്ളുന്ന മൊഴി ഗാന്ധാരത്തിൽ ചെന്നലയ്ക്കുമോ, നിന്റെ പൊള്ളുന്ന മൊഴി ഗാന്ധാരത്തിൽ ചെന്നലയ്ക്കുമോ. നന്ദി. എന്നാലും ഇവിടെ നല്ലൊരു സദസ്സ്, ഈ വളരെ പ്രതികൂലമായൊരു അന്തരീക്ഷമാണ് നമുക്കറിയാം. കഴിയുന്നത്ര വീട്ടിനകത്ത് തന്നെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അതുതന്നെ മുരളി മാഷോടുള്ള അടുപ്പവും സ്നേഹവും കാരണമാണ് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ മുരളി മാഷയെ നന്നായിട്ട് കണ്ടറിഞ്ഞവരുണ്ടാവും, കേട്ടറിഞ്ഞവരുണ്ട്, അനുഭവിച്ചറിഞ്ഞവരുണ്ട്. അങ്ങനെ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് മുരളി മാഷയെക്കുറിച്ച് അനുസ്മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കടമയാണ്, ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു അനുസ്മരണം നമ്മളാരും നടത്തേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ അനുസ്മരണ പരിപാടികൾ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം എന്ന് മാത്രമേ എനിക്ക്. എന്തിനാണ് ഒരാളെക്കുറിച്ച് വാഴ്ത്തുപാട്ട് പാടാനാണോ ഇത്തരം അനുസ്മരണ പരിപാടികൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുരളി മാഷൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നത് അസീസി കോൺവെൻറ്റ് റോട്ടിലാണ്. ചേച്ചിക്കറിയാം, എൻ്റെ നൈബറായിരുന്നു മുരളി മാഷ്, നൈബറായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ചെറുപ്പത്തിലെ ബൈക്കൊക്കെ തൃശ്ശൂർ പൂരപ്പറമ്പിൽ വാടകയ്ക്ക് കിട്ടും. നമുക്ക് ഓർമ്മയുണ്ടാവും പലർക്കും. ബൈക്കൊക്കെ വാടകയ്ക്ക് കിട്ടും. വാടകയ്ക്ക് കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും ബൈക്കൊക്കെ വാടകയ്ക്ക് എടുത്ത് ത്രിബിൾ വെച്ച് പോയി പോലീസ് പിടിച്ചു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറായിരുന്നു. എൻ്റെ അപ്പച്ചൻ ആകെ അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മുരളി മാഷാണ്. എൻ്റെ അപ്പൻ ഓടി. അപ്പോൾ അന്നൊക്കെ പോലീസ് പിടിക്കാത്ത അപ്പന് ഭയങ്കര ഭയമാണ്. ഓടി വന്ന് പറഞ്ഞു, മകൻ ത്രിബിൾ വെച്ച് ലൈസൻസ് ഇല്ലാണ്ട് ബൈക്ക് ഓടിച്ചു, അവനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് മുരളി മാഷയുടെ അടുത്ത് പോയി പറഞ്ഞ് മുരളി മാഷെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ വിടിയിച്ച ഒരു കാര്യമാണ് എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായ ഒരു കാര്യം. പിന്നീട് കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുമ്പോൾ മുരളി മാഷ് കോർപ്പറേഷനിൽ മത്സരിച്ചു, ഞാനും കോർപ്പറേഷനിൽ മത്സരിച്ചു. പല ഘട്ടങ്ങളിലുമൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയും എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുകയും ചെയ്യുന്ന ആ മാഷിനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലായിരിക്കുമ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ വേണ്ടത്ര ഉപദേശം നൽകിയത് മുരളി മാഷിനെ കുറിച്ച് എനിക്ക് എന്നും ഓർത്തെടുക്കുന്നതാണ്. നമുക്ക് 1947 മുരളി മാഷ് വിയ്യൂരിൽ, തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുള്ള വിയ്യൂരിലാണ് ജനിച്ചത്. നമുക്കറിയാം, സെൻറ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ആളുകളുടെ പേര് പറയുമ്പോൾ അത് പ്രൊഫസർ എം മുരളി മാഷിൻ്റെ പേര് വിട്ടുപോകാൻ ആർക്കും സാധിക്കില്ല. അത്രമാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുരളി മാഷ്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഞങ്ങൾ വിൽവട്ടം മേഖലയിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് മാഷ്. അപ്പോൾ ഞാനും ആ ഭാഗത്താണ് താമസിക്കുന്നത് എന്നതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയമായ ചില യോഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്നേഹമായിരുന്നു. അത് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന മുരളി മാഷിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം TUDയുടെ ചെയർമാനായിരുന്നു. TUDയുടെ ചെയർമാനായിരുന്ന കാലഘട്ടങ്ങളിലും തൃശ്ശൂർ നാടിനു വേണ്ടി വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വേണ്ട ഉപദേശങ്ങൾ ചെയ്യാനുമൊക്കെ അദ്ദേഹം മുന്നോട്ട് വന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി രാഷ്ട്രീയ പ്രവർത്തകരായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകരായും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രാപ്തരാക്കാൻ ആവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. I'm so happy to be here on this occasion. It's a sad occasion that Murli Marsh is no longer with us. But it is an occasion when his multiple admirers, his friends, his comrades have an occasion to share some memories of him. Sarla ji is here, Shankar is here, and I recall my every trip to Thrissur was a very special trip because for me there was always the gang of four in Thrissur. Datmash and Chechi and Sarla and Murli Marsh. And whether it was for an election campaign, whether it was for the EMS Smriti lecture, we insisted always on having at least one meal together. And Murli Marsh had such a, between Datmash and Murli Marsh, there was always a competition of who would tell the most jokes with the most humor. So I did have a very special relationship with Murli Marsh. And I know even at that time, as a professor, as a lecturer here in Thrissur, he brought up so many young people. Our MLA was just recalling a story. And I know there are so many students who are now adults who know that in their growing up years, Murli Marsh was such an important part of that growing up. Such an important part. When we look back at our college days, apart from our friends, we always look back at a favorite lecturer, favorite professor. And I think among all the students who studied under Murli Marsh, I am sure that he was their favorite professor. And although it is 8 years now since he passed, I can see him in my mind's eye so clearly with the twinkle in his eye, his smile, and his naughty comments. I remember that so well. And we miss him. I want to express my homage to him, my tributes to him. He was a very dedicated comrade. Till his last breath, he worked so hard. He overcame so many difficulties towards the end of his life because his health was so frail. His health was frail, but his mind was always very, very strong. We remember you, Murli Marsh, with love, with admiration. Red salute to you from all of us here. My dear friends, today we are speaking of a very important topic, and that is the mask of Hindutva, faith and politics in contemporary India. I think it's a very appropriate topic because it separates in the title itself the difference between Hindutva and faith. And I think, especially in a state like Kerala, where there is a concerted effort to bring that Hindutva ideology, to promote the Hindutva ideology in a state which has such a strong tradition
of social reform, of the Renaissance movements, of the fight against caste. And therefore, today I think it is one of the greatest challenges before Kerala, before the country. And therefore, on this topic, the first point I would like to make is the division, the difference between Hindutva and the faith of ordinary people. And before we come to my main argument on that, I would like to comment on the contemporary situation as far as education is concerned and how this impacts on education. You know that there has been a very impactful struggle of the students and youth of India in the over 1 month long protest in Delhi demanding the resignation of the Union Minister for Education, Dharmendra Pradhan. Many people were very skeptical about this movement. But as far as we are concerned, we believed that the principle of accountability of any government, not once or twice, but multiple leaks of examination papers, have had a very demoralizing effect on students. I know myself, when I was in Rajasthan recently, a parent, a Dalit family, whose son had done the NEET exam, he had done it quite well. His father had mortgaged his land because it's not easy to prepare for the NEET exam. It requires very high standards. So usually you go to a coaching institute. The whole of North India is full of these coaching institutes, which are very expensive. This boy's father took a loan, mortgaged his land. The boy did the exam. He felt he had done quite well. But then he heard that the examination paper had leaked and the exam was cancelled. And that boy committed suicide. And there were at least 22 such students who committed suicide because of the exam leaks. So yesterday, when I heard the Prime Minister's, now our Prime Minister Modi ji, he is taken to making videos on Instagram. I don't know whether you saw that video. Did you see it? He had a video in which, you saw it. He had a video in which he says, I forgive the students for the abuse that they had levied at me. Some students used some nasty, abusive words against the Prime Minister. That's bad, okay. But here's the Prime Minister heading a party whose leaders day in and day out are using the worst kind of curse words. In Parliament itself, one of their MPs had used the worst abusive language against a fellow MP. Nothing is said about that. And then the Prime Minister, who should be asking forgiveness from the students of India for the leaks, for the corruption, for the communalization and commercialization of education. Instead of that, he is saying, I forgive the students for the abuse that they have against me. Modi ji, that is only abuse. But your policies and your corruption of your government has led to the deaths of over 20 students. If anybody has to apologize, it is the Prime Minister of India. And I want to congratulate the students, and I'm sure Murli Marsh would have been very proud of them because they ensured the principle of accountability, the principle of accountability of ministers who are in power and under whom corruption, not just once, not just twice, but multiple times.
So when we talk about this government and we talk about its ideology, many of these real issues, the issues of education, the issues of health, the issues of the poor of this country, many of these issues get concealed because of the ideological, cultural, and social propaganda of this government. One of the slogans in this Delhi protest, it's a very interesting slogan. The students said, "Jab jab Modi darta hai, Hindu Muslim karta hai." What does that mean? That whenever this government and Prime Minister gets scared, they always resort to Hindu-Muslim politics. That is exactly the point. When we talk about Hindutva, we are talking about a political construct as an instrument to gain power. Hindutva has nothing whatsoever to do with faith or with belief in the religion of our choice. Savarkar, the founder of the ideology of Hindutva, I just want to quote what he wrote. He said, "Hindutva is not identical with what is vaguely indicated by the term Hinduism. We do not primarily and certainly not mainly concern ourselves with religion or creed. Hindutva is the part, Hinduism is only a fraction, only a part of Hindutva." Today we have in power a party which believes in an ideology of Hindutva, and that ideology of Hindutva has very little to do with Hinduism or those who believe in the religion of Hinduism. Hindutva is a construct. It is the use of religion as a political instrument to gain power. And therefore today, when we see across India every single real issue of the people being sidelined, being marginalized by the creation of a so-called Hindutva identity. Who interprets what is faith? Who interprets the way you believe in the gods or goddesses you believe in? Who can interpret it? All over India, there are multiple ways of expressing your faith. In North India, there are different ways. In Kerala and Karnataka, in the whole of the South, there are multiple ways, there are multiple local deities. There are differences of rituals. There are areas where there are no rituals. But how is it that today in India we find the imposition of an interpretation of religion which suits the political interests of those in power? This is the main question before us today. In temple committees across India, there are lakhs of temples. Each has their own organization. But how is it that now there is a concerted move to utilize those committees, those temple committees,
to promote a certain understanding of religion which is necessarily opposed to another religion. Why and how? For centuries, religion has been a reality in the lakhs of villages and towns of India. But today, if we are told that believing in a particular religion means necessarily the undermining, the demeaning, and ultimately the demonization of another religion, I believe that is an insult to faith. It is an insult to religion. When you use religious platforms and religious slogans, for example, the slogan of Jai Shri Ram, today across India, what do we see? We see the slogan, which is an invocation to a god. We see that slogan today being converted into a slogan of aggression, a slogan of hatred against another community. Why? Why should it be that when you are trying to invoke hatred, where you are being violent against another citizen of India on the basis of their religion, why should you invoke the name of a Hindu god as a slogan of aggression and hate? Why? What does it mean? It means the conversion of gods and the conversion of beliefs in that God into an instrument to achieve a political purpose. That is the point here. You have Hindutva, you have millions of Indians who consider themselves Hindu, and you have a political project. And what is happening is that political project today is using that faith and belief which goes by the name of Hinduism to achieve the political agenda of Hindutva. So politics, faith, Hindutva, and political power. In India, we have a constitution. The constitution is very clear. The constitution's preamble says, "We, the people of India." The constitution does not say, "We, the people of this or that religion." It says, "We, the people of India." What does the RSS pledge say? They have a pledge, the RSS. We believe in the Constitution. What is the pledge of the RSS? I want to read it out to you. In the name of Almighty God and our ancestors, I hereby vow that I have become a member of the Rashtriya Swayamsevak Sangh in order to protect our sacred Hindu dharma, Hindu culture, and Hindu society, and to achieve the all-round development of the Hindu nation. So immediately, once you take a pledge like that, the question that must arise in each of our minds is the following. Does such a pledge support the Constitution of India? Does such a pledge educate its members
to defend the principles of the Constitution of India? Or does such a pledge intrinsically challenge the basis of the Constitution of India? Today, the RSS is not a registered society. We have a situation where the government of India has issued special permission. Normally, government servants are not allowed to join any overtly political organization. This is a general rule in India, that government servants are not supposed to openly associate with any political organization or party. This is a general rule. Now, if you allow government servants and top bureaucrats to take a pledge like this, these are not ordinary people. You have a minister taking a pledge like this in the RSS Shakha, and you have the same minister in Parliament or the Assembly taking the pledge on the Constitution of India. Which pledge will he or she be loyal to? That is a question. Today, if a top bureaucrat, if a top police officer, or one of the heads of the Election Commission of India, just giving an example, if they take a pledge openly of the RSS, which I have read out to you, and if they not only take the pledge, but if they believe that their promotion in the government is also, like you oil the wheel of a car to make it go smoothly, if they believe that taking such a pledge will oil the wheels of their career and their ambition, who will they be loyal to? So the question which was raised by the Congress Home Minister of Karnataka, Priyank Kharge, I believe is a very, very relevant question, because that is a question we have been raising all this time, which is this: why is the RSS not registered? Where is the RSS funding coming from? And thirdly, how is it acceptable that top bureaucrats can take the RSS pledge, which is directly against the Constitution of India? I have read it out to you. So what we have today in India is a political project led by people who have forget what happened in 1950. We all know what happened. We all know what happened in 1950. When Golwalkar and the entire political forefathers of the present BJP leaders, what they did in 1950 when Dr. Ambedkar Sahab had put the Constitution of India before the people of this country, at that time what had happened, we know. They had said there is nothing Bharatiya about this Constitution. We want the Manusmriti. We don't want this Constitution. That is well known. That was in 1950. But I'm saying today, in 2026, when that same understanding is being promoted, not just by shakhas in your neighborhood, but by top government officials, what is going to be the state of the Constitution of India? That is the question before each one of us today. And the second question that I would like to raise before you. Here in Kerala, we know
that there is a sense of religiosity among vast sections of our population here. My question is, are we going to allow that spiritual belief, that religious belief, which is our own personal faith, to be misused for a political project which is not only against our own faith and our own traditions, but which preaches hatred throughout our country? What are the middle classes today of India and their responsibility is a question I always have in my mind. In my work among women particularly, I find that the difference between spiritualism, religiosity, faith, and the use of that faith for political purposes is getting blurred. Because don't forget, this is backed by huge media power. This is backed by huge communications. Festivals which were never ever, for example, never ever observed in Bengal. Today we find so many North Indian festivals. Karwa Chauth, we never heard of it in Bengal. Have you heard of Karwa Chauth in Kerala? We have never heard of it. But today, how is it that Karwa Chauth, that is keeping a fast for the well-being of one's husband and looking at the moon through the sieve, I find in Kerala also, and I find streets of jewelry shops in Kerala on the occasion of Karwa Chauth with huge advertisements saying, gift your wife a gold necklace on the occasion of Karwa Chauth. No, it's happening. I think this is an insult to our beliefs, our faith, and I think it's pretty insulting to think that women are going to be inveigled into such things. But yes. And one more aspect, which I would just like to flag, that this is not happening just spontaneously. There is huge money behind it. For example, a lot of my work has been in Adivasi areas in India, in many remote Adivasi areas in India. And as you know, Adivasis have their own cultures, own identities, their own customs, their own beliefs, the way they believe, the way they worship nature. We all know that. But what do I find now? Corporate social responsibility funds, which are given by big corporates, a lot of those funds now are going to these so-called Hindutva organizations, branches of the RSS. The RSS is not registered, but these organizations are supposedly registered. They're getting huge funds, and through those funds, they are promoting a kind of assimilation or a Sanskritization of Adivasi cultures to make them part of this greater Hindutva nationality, identity. Now, these are things which are happening incrementally. We find in so many Adivasi areas, temples which now have been set up with huge funds by these corporate-funded NGOs. And I think this assault on the intelligence of our people, which is geared towards a particular political project, is something the educated in India, the middle classes of India,
have a very big responsibility to understand and to question. And these are some of the issues which go into the creation of this Hindutva identity, which has nothing to do with faith or religion. And the issue of nationalism also is being identified with a particular religion. Any kind of dissent, you are accused of being anti-national. When the farmers dissented, because many of them were Sikhs, they were called Khalistanis. Yesterday, I saw on social media the young students being trolled who had protested at Jantar Mantar. They were being called the children of Babar. Babar ke aulad. What does that mean? Immediately, the division comes. If you dissent, you are Babar ke aulad. Who is Babar? Babar is a Muslim, an enemy, demonized because of his religion. These are very, very serious aspects which I believe are poison for our country, for our system, for our thinking, and most of all, for those who believe in faith and religion. I mean, I'm an atheist. Many people tell me, you're an atheist, what would it matter to you? That's not true. We are atheists, but we respect faith and belief and the right of every individual in this country under Article 25 of the Constitution of India to choose the faith they want to choose the religion they want to. And we are the greatest champions of Article 25, which is the right to freedom of conscience, the right to the religion of your choice. But we are talking about religion. We are not talking about political manipulation of religion. And that today is the greatest danger before India. And the separation in our own minds between our faith and what the BJP RSS ecosystem is doing, I think it is the duty of all thinking people in India to raise their voice against it. And wherever we are, in whichever public place we are, we should consciously oppose such manipulation of nationalism, of religion, and of our personal belief. I thank you so much for giving me this opportunity to speak on this. And once again, I pay my homage to dear comrade Murli Maash. ഈ വർഷത്തെ മുരളി മാഷ് ഫൗണ്ടേഷൻ നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ ഡോക്ടർ ധന്യ ശങ്കർ KSനെ ഏറെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ ധന്യ ശങ്കർ KS തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറും കാലിക്കറ്റ് സർവകലാശാല അംഗീകൃത ഗവേഷണ മാർഗനിർദ്ദേശകയുമാണ്. +2, BA, MA സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ സംസ്ഥാന 1ാം റാങ്ക് നേടിയ അവർ സാമൂഹ്യ സാമ്പത്തിക പഠനം, മനുഷ്യമൂലധന വികസനം, പൊതുനയം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ ഗവേഷണ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നിരവധി ഗവേഷണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും ദേശീയ അന്തർദേശീയ ജേണലുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അധ്യാപനത്തിനും ഗവേഷണത്തിനുമൊപ്പം സാമൂഹിക പ്രതിബദ്ധതയിലും സജീവമായ ഡോക്ടർ ധന്യ വകുപ്പ് മേധാവി, NSS പ്രോഗ്രാം ഓഫീസർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർപേഴ്സൺ, വനിതാ വികസന സെൽ കോഓർഡിനേറ്റർ എന്നീ നിലകളിൽ
സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2023-24 കാലിക്കറ്റ് സർവകലാശാലയുടെ മികച്ച NSS പ്രോഗ്രാം ഓഫീസർ പുരസ്കാരം നേടിയ അവർ ഫ്ലെയർ ഇൻ്റർനാഷണൽ അവാർഡ്, APJ അബ്ദുൽ കലാം അവാർഡ് ഓഫ് എക്സലൻസ്, ഗ്ലോബൽ വിമൻ ഐക്കൺ അവാർഡ്, UGC മെറിറ്റ് അവാർഡ് തുടങ്ങി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കർണാടക സംഗീത വയലിനിസ്റ്റും ഫ്ലൂട്ടിസ്റ്റുമായ അവർ വിദ്യാഭ്യാസം, ഗവേഷണം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ ധന്യശങ്കർ KS, ശ്രീ സിദ്ധാർത്ഥൻ KSൻ്റെയും ശ്രീമതി ഷീലയുടെയും മകളാണ്. സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ, സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭർത്താവ് ഡോക്ടർ പ്രേംലാൽ പ്രമേഹ രോഗ വിദഗ്ധനാണ്. മകൻ ശങ്കർ അഭിമന്യു 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡോക്ടർ ധന്യശങ്കറിന് അഭിനന്ദനങ്ങൾ. വൃന്ദക്കാരായിട്ട് പറഞ്ഞതുപോലെ ഈ 2 മാഷന്മാരും ഞങ്ങൾ SFI പ്രവർത്തകരെ സംബന്ധിച്ചു വളരെ അടുപ്പമുള്ള, പ്രായ വ്യത്യാസത്തിനതീതമായ സൗഹൃദവും വാത്സല്യവും ചൊരിഞ്ഞ 2 പേരായിരുന്നു ദത്തുമാഷും മുരളിമാഷും. തൃശ്ശൂരിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെല്ലാം വേറിട്ട ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയരായ 2 പേരായിരുന്നു. മുരളിമാഷയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായൊരു ജോലി ഉണ്ടായിരുന്നു. UGC സ്കെയിലിലുള്ള ശമ്പളത്തിൻ്റെ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ കംഫർട്ട് സോണിൽ അദ്ദേഹത്തിന് കഴിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വരികയും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും, എല്ലാ പ്രതിബന്ധങ്ങളെയും, പ്രതിസന്ധികളെയും എല്ലാം സ്വയം ഏറ്റെടുക്കുകയും ചെയ്ത ഒരാളാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യം CPIM-ൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഒക്കെ സഹയാത്രികനായി പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള സമയത്ത് വേണമെങ്കിൽ വിമർശനവും ഉന്നയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനം, CPIM-ൻ്റെ രാഷ്ട്രീയ സംഘടനാ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കുകയല്ല, സാധാരണ മനുഷ്യർക്കിടയിലേക്ക്, തൊഴിലാളികൾ, കൃഷിക്കാർ, നഗരത്തിലെ ദരിദ്രർ, സാധാരണക്കാർ, അവരെയെല്ലാം സംഘടിപ്പിക്കുകയും അവർക്കിടയിൽ പാർട്ടി കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ അറിവിനെ, ധിഷണയെ ഒക്കെ ഇതിനു വേണ്ടി കൂടി അദ്ദേഹം ഉപയോഗിച്ചു. അതാണ് മുരളി മാഷെ വ്യത്യസ്തനാക്കുന്നത്. വെറുമൊരു അധ്യാപകനായിരുന്നില്ല എന്നതാണ്. അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക മാത്രമല്ല, ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത അധ്യാപകനാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഉള്ളൊരു പ്രത്യേകത, അവർ ജനങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. രണ്ടും പരസ്പര പൂരകമായിട്ടുള്ള കാര്യങ്ങളാണ്. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക, അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ പ്രവർത്തനം. അത് വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിച്ച ആളാണ് മുരളി മാഷ്. ഇവിടെ മുരളി മാഷെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായും വ്യക്തിപരമായ, വൈകാരികമായ ഒരു അനുസ്മരണത്തിൻ്റെ മാത്രം ചടങ്ങല്ല. ഒരു പൊതുപ്രവർത്തകനെ, പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ ആ അനുസ്മരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഓർമ്മ ഒരു രാഷ്ട്രീയ ആയുധവുമാണ്. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചർച്ചയാക്കി ഈ അനുസ്മരണ സമ്മേളനത്തെ മാറ്റിയിട്ടുള്ളത്. വൃന്ദ കാരാട്ട് ഇവിടെ ഹ്രസ്വമെങ്കിലും
വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വം എങ്ങനെയെല്ലാമാണ് പ്രച്ഛന്നമായ വേഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ ഗഹനമായൊരു വിഷയം സംസാരിക്കാൻ തന്നിട്ടുണ്ട്. സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും സമകാലീന കേരളത്തിൽ നിന്നുള്ളതാണ്. വളരെ വലിയ വിഷയമാണ്. ഞാൻ നീണ്ടൊരു പ്രഭാഷണമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആശ്വാസത്തിന് വേണ്ടി ആദ്യം തന്നെ അറിയിക്കട്ടെ. കാരണം ഇപ്പോൾ വേണ്ടത്ര പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സഖാവ് ബൃന്ദാക്കാരാട്ട് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കേണ്ട വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം സഖാവ് ബൃന്ദ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം, സംസ്കാരം എന്നൊക്കെ പറയുന്നത് വെള്ളം കിടക്കാത്ത അറകളല്ല, ഒന്നും പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ല, രാഷ്ട്രീയമായ കാര്യങ്ങൾ, സാമൂഹികമായ കാര്യങ്ങൾ വേറെ, സാംസ്കാരികമായ കാര്യങ്ങൾ വേറെ, സാമ്പത്തികമായ കാര്യങ്ങൾ വേറെ. ഇതൊന്നും പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നതല്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ സംഭവ വികാസങ്ങളുടെ ആകത്തുകയാണ് രാഷ്ട്രീയം എന്നത്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സംഭവ വികാസങ്ങളുടെ ആകത്തുകയാണ് രാഷ്ട്രീയം എന്നത്. സംസ്കാരം എന്നത് സമൂഹത്തിലെ സമ്പദ്ഘടനയുടെ, സാമ്പത്തികോൽപാദന വ്യവസ്ഥയുടെ മേൽപ്പുരയാണ് സംസ്കാരം എന്നത്. അത് കുറച്ച് സങ്കീർണമായിട്ടൊരു വിഷയമാണ്. വെറും അടിത്തറ മേൽപ്പുര ബന്ധം മാത്രമല്ല സംസ്കാരവും സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ളത്. ആ സങ്കീർണമായ മേഖലയിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പൊതുവിൽ പറഞ്ഞാൽ സമ്പദ്ഘടനയുടെ, സാമ്പത്തിക ഉൽപാദന വ്യവസ്ഥയുടെ മേൽപ്പുരയാണ് സംസ്കാരം. സമ്പദ്ഘടന, സാമ്പത്തിക വ്യവസ്ഥ സംസ്കാരത്തെ സ്വാധീനിക്കുന്നു. സംസ്കാരം സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ഘടനകളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനൊരു പാരസ്പര്യം ഇവ തമ്മിലുണ്ട്, അല്ലാതെ വെള്ളം കിടക്കാത്ത അറകളല്ല. ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ, പൊതുവിൽ വർഗീയ ശക്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തെയും വിശ്വാസത്തെയും സംസ്കാരം എന്ന് നിർവചിക്കുകയും ആ സംസ്കാരത്തിൻ്റെ മറവിൽ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. അതേറ്റവും ഭംഗിയായി അല്ലെങ്കിൽ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ. സവർക്കറെ സഖാവ് ബൃന്ദ ഇവിടെ ഉദ്ധരിച്ചു. സവർക്കറെ ഒരിക്കൽ കൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. സവർക്കറാണ് പറഞ്ഞത്, മിലിറ്ററൈസ് ഹിന്ദുദം ആൻഡ് ഹിന്ദുവൈസ് ആൾ പൊളിറ്റിക്സ് എന്ന് സവർക്കർ പറഞ്ഞു. ഹിന്ദു സ്വത്വത്തെ സൈനികവൽക്കരിക്കുകയും രാഷ്ട്രീയത്തെ മുഴുവൻ ഹിന്ദുവൽക്കരിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് രാഷ്ട്രീയത്തെ ഹിന്ദുവൽക്കരിക്കുന്നത്? അത് മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറവിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്കാരം എന്നത് മതപരമായ സംസ്കാരം എന്നതിനെ വ്യാഖ്യാനിക്കുന്നു, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. അപ്പം മതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ മറവിലുള്ള മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ് വർഗീയത എന്ന് പറഞ്ഞാൽ. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. അത് സഖാവ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ വിശ്വാസികളും വർഗീയവാദികളല്ല. മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ് നമ്മുടെ സമൂഹത്തിൽ, മഹാഭൂരിപക്ഷവും. ആ വിശ്വാസത്തെ, മതവിശ്വാസത്തെ സംസ്കാരത്തിൻ്റെ മുഖം മൂടി അണിയിച്ച് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് RSS സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താ? ഒരു സാംസ്കാരിക സംഘടന എന്നാണ്. അവരവകാശപ്പെടുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല, ഞങ്ങൾ നടത്തുന്നത് എന്താണ്? സാംസ്കാരിക പ്രവർത്തനമാണ്
എന്നവർ അവകാശപ്പെടുകയും സംസ്കാരത്തിൻ്റെ മറവിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്യുകയാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മതവിശ്വാസത്തെ സംസ്കാരമായിട്ട് അവതരിപ്പിക്കുന്നു, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, അതിനെ സൈനികവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഈ പ്രക്രിയ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിലേറെ കാലമായി, പ്രത്യേകിച്ച് ബാബറി മസ്ജിദ് മൂവ്മെൻറ്റിന് ശേഷം, രാമജന്മഭൂമി പ്രസ്ഥാനം ഉയർന്നു വന്നതിന് ശേഷം കേരളത്തിൽ സംഘടിതമായും ആസൂത്രിതമായും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്കാരത്തിൻ്റെ മറവിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കുണ്ടായിട്ടുള്ളൊരു വീഴ്ച എന്ന് ഞാൻ തുറന്നു സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ വർഗീയതയെ നാം നേരിട്ടത് പ്രധാനമായും രാഷ്ട്രീയത്തിൻ്റെ തലത്തിലാണ്, അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തലത്തിലാണ് എന്നതാണ്. പക്ഷേ വർഗീയത പ്രവർത്തിക്കുന്നത് പ്രാഥമികമായിട്ടും എവിടെയാണ്? സംസ്കാരത്തിൻ്റെ തലത്തിലാണ്, ആശയതലത്തിലാണ്. അതിൻ്റെ രാഷ്ട്രീയമായൊരു വിളവെടുപ്പ് ഇപ്പോൾ നടത്താൻ തുടങ്ങി കേരളത്തിൽ എന്നേ ഉള്ളൂ. പ്രാഥമികമായിട്ട് പ്രവർത്തിക്കുന്നത് സംസ്കാരത്തിൻ്റെയും തലത്തിലും ആശയമണ്ഡലത്തിലുമാണ്. അവിടെ ചെറുക്കുന്നതിന് പകരം നമ്മുടെ ഊന്നൽ മുഴുവൻ വന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല, പൊതുവിൽ പുരോഗമന മതേതര ശക്തികളുടെയൊക്കെ ഊന്നൽ മുഴുവൻ വന്നത് രാഷ്ട്രീയ തലത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തലത്തിൽ വർഗീയതയെ ചെറുക്കുന്നതിലാണ്. അതുകൊണ്ട് ആ പരിമിതി നമുക്ക് മറികടക്കാൻ കഴിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇവിടെ പറഞ്ഞു 90കളുടെ മുതൽ തന്നെ എങ്ങനെയാണ് ഒരു സാംസ്കാരിക പരിസരം കേരളത്തിലൊരുക്കിയത്. അത് ഹിന്ദുത്വ ശക്തികൾ മാത്രമല്ല കേട്ടോ, ന്യൂനപക്ഷ വർഗീയതയുടെ ശക്തികളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. വിശ്വാസത്തിൻ്റെ മറവിൽ വിശ്വാസത്തെ സംസ്കാരം എന്ന നിലയിൽ അവതരിപ്പിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക. എല്ലാ വർഗീയ ശക്തികളും ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ്. അണിനിരത്തൽ മുഴുവൻ നടക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണ്. അണിനിരത്തുന്നത്, മൊബിലൈസ് ചെയ്യുന്നത് മുഴുവൻ വിശ്വാസത്തിൻ്റെ പേരിലാണ്. പിന്നെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാം കുട്ടികളായിരുന്ന കാലത്താണ് ദൂരദർശനിൽ രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള സീരിയലുകളുടെ സംപ്രേഷണം നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള വീടുകളിലെ ആളുകളെല്ലാം, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതൽ വരിക. ഈ സ്ത്രീകളെല്ലാം സീരിയൽ കാണാൻ വരുന്നത് എങ്ങനെയാണ്? കുളിച്ച് കുറിയും തൊട്ട് വളരെ ഭക്തി നിർഭരമായ മനസ്സുമായിട്ടാണ് വന്ന് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത്. സീരിയൽ തുടങ്ങിയാൽ പലരും കൈകൂപ്പിയിരിക്കാൻ തുടങ്ങും, പലരും പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം, ആ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് രാമായണം, മഹാഭാരതം എന്നതൊക്കെ നമ്മുടെ സംസ്കാരം എന്ന നിലയിലേക്ക്, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ അതിന് വലിയ ഒരു സ്വീകാര്യതയും ജനകീയതയും ഈ ദൂരദർശൻ്റെ സീരിയലുകളിലൂടെയൊക്കെ സൃഷ്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? പിന്നെ കാണുന്നത് വേറൊരു രാമൻ തെരുവിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. വിരാട് പുരുഷനായ അക്രമോത്സുകനായിട്ടുള്ളൊരു രാമൻ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ സീരിയലിൽ രാമനെ കാണുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണനെ കാണുമ്പോൾ കൈകൂപ്പി കുളിച്ച് കുറിയിട്ട് വന്നിരുന്ന ആളുകളിലേക്ക് ഈ അക്രമോത്സുകനായിട്ടുള്ള രാമനെ, കൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ, അത് വേറൊന്നാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സംഘപരിവാർ ഉണ്ടാക്കിയ രാമനാണ്, യഥാർത്ഥത്തിലുള്ള വിശ്വാസിയുടെ രാമനല്ല. അപ്പോൾ വിശ്വാസിയുടെ രാമനും ഹിന്ദുത്വ ശക്തികൾ സൃഷ്ടിച്ചെടുത്ത രാമനും രണ്ടും രണ്ടാണ്. പക്ഷേ വിശ്വാസിയുടെ മനസ്സിലേക്ക് ഹിന്ദുത്വ ശക്തികൾക്ക് അവരുടെ അക്രമോത്സുകതയുള്ള രാമനെ, വിരാട് പുരുഷ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന രാമനെ എളുപ്പത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ്. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ബാബറി മസ്ജിദ് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഇഷ്ടിക
കേരളത്തിൽ പോലും എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും പൂജിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോയി. യാത്രയപ്പ് ചടങ്ങുകൾ നടന്നു. എങ്ങനെയാണ് വിശ്വാസം, സംസ്കാരം രാഷ്ട്രീയ അണിനിരത്തലിൻ്റെ ഉപാധിയായിട്ട് മാറുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ഉത്സവങ്ങളുടെ കാര്യം ബംഗാളിൻ്റെ അനുഭവത്തെ മുൻനിർത്തി പറഞ്ഞു. നമ്മുടെ അനുഭവത്തിലില്ലേ ഗണേശോത്സവം? കേരളത്തിൽ എന്നാണ് ഒരു വലിയ ആഘോഷമായിട്ട് മാറിയത്? ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്കറിയാം പാലക്കാട്ടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ വളർച്ചയും ഈ അണിനിരത്തലും, ഈ സാംസ്കാരികമെന്ന വ്യാജേന നടത്തിയ അണിനിരത്തലും തമ്മിലുള്ള പാരസ്പര്യം വളരെ പ്രകടമാണ്. വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നാണ് ഒരു 15 വർഷമായിട്ടുണ്ടാവും അല്ലേ? പരമാവധി ഒരു 15 വർഷമായിട്ടുണ്ടാവും ഒരു വലിയ ആഘോഷമായിട്ട് മാറുന്നത്. ആദ്യം പതുക്കെ ഒരു പുതിയ ആഘോഷമായിട്ട് വരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ആ ആഘോഷം പതുക്കെ പതുക്കെ അക്രമാസക്തമായിട്ട് മാറുന്നു. ശരീരഭാഷ മാറുന്നു, അതിലെ മുദ്രാവാക്യങ്ങൾ മാറുന്നു, തലയിൽ ഈ കാവി തുണി കൊണ്ടുള്ള കെട്ട്. പിന്നെ പോകുമ്പോൾ ഇതര മതസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്നു. ഇതെല്ലാം നേരിട്ട് കണ്ട അനുഭവത്തിൻ്റെ മുന്നിലാണ് ഞാൻ പറയുന്നത്. പിന്നെ പതുക്കെ പതുക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ഗണേശോത്സവത്തിൻ്റെ ഘോഷയാത്ര നടക്കുന്ന ദിവസം അതിൽ ചെന്ന് പെടാതിരിക്കാൻ പലരും ശ്രദ്ധിക്കുന്ന സ്ഥിതിയായി. ഒരു ഭീതിജനകമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നു. ഭീതിജനകമായൊരു അന്തരീക്ഷം. ബംഗാളിൽ രാമനവമി ഘോഷയാത്രയുടെ പേരിലാണ് ഇതുണ്ടായത്. അപ്പോൾ തുടങ്ങുന്നത് വിശ്വാസത്തിൽ നിന്ന് സാംസ്കാരികമായൊരു അണിനിരത്തലായിട്ടത് മാറുന്നു. അതിവേഗത്തിൽ അക്രമാസക്തമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നേറ്റമാക്കിയിട്ട് അതിനെ മാറ്റുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ശോഭായാത്ര, കാച്ച് ദം യങ് എന്ന മുദ്രാവാക്യം എങ്ങനെയാണ് എളുപ്പത്തിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഹിന്ദുത്വ ശക്തികൾ നടപ്പാക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പം ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ആ വിശ്വാസത്തെ എങ്ങനെ എത്തിക്കുന്നു? തെരുവിലെത്തിക്കുന്നു. ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടാനും അതുവഴി രക്ഷിതാക്കളെ സ്വാധീനിക്കാനുള്ളതാക്കി മാറ്റുന്നു. അതിൻ്റെ സ്വഭാവം പിന്നീട് വിശ്വാസപരം മാത്രമല്ലാതാക്കി മാറ്റുന്നു. അത് രാഷ്ട്രീയ അണിനിരത്തലിൻ്റെ ഉപാധിയായിട്ട് മാറുന്നു. ഇത് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ നിലയിലാണ് 90കൾ മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെയും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന വളരെ നിഷ്കളങ്കമായിട്ട് ആദ്യം രൂപപ്പെടുത്തിയ വിശ്വാസി കൂട്ടായ്മകൾ പിന്നീട് എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്ന് നമുക്ക് കാണാം. അതിൽ ഭാഗവത സപ്താഹ യജ്ഞങ്ങളുണ്ട്, മറ്റു തരത്തിലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ വന്നവരെ പിന്നീട് പതുക്കെ 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 രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പ്രചാരത്തിൽ വന്നിട്ടുള്ള നാലമ്പല യാത്രകളുണ്ട്. സ്ത്രീകളെയാണ് പ്രധാനമായിട്ടും കൊണ്ടുപോകുന്നത്. ആ നാലമ്പല യാത്രകളിലേക്ക് ഒരു ബസ് ബുക്ക് ചെയ്യുന്നു. ആ ബസ്സിലവരെ ഇരുത്തുന്നു. 2-3 ദിവസമാണെങ്കിൽ ഉടനീളം ബസ്സിൽ കാണുന്ന സിനിമകൾ എന്താണ്, ഏത് തരത്തിലുള്ളതാണ്. ഈ നിലയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വിശ്വാസം, സംസ്കാരം എന്നൊക്കെ തോന്നും. എന്നാൽ അതിസൂക്ഷ്മമായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വെല്ലുവിളി എന്താ? വെല്ലുവിളി വിശ്വാസത്തെയും വർഗീയതയെയും വേർതിരിക്കുക, വിശ്വാസിയെയും വർഗീയവാദിയെയും കൃത്യമായിട്ട് വേർതിരിക്കുക എന്നുള്ളതാണ്. 99% അല്ലെങ്കിൽ ഒരുപക്ഷെ 99.9% ആളുകളും വിശ്വാസികളാണ്. പക്ഷേ അവരിൽ മഹാഭൂരിപക്ഷവും എന്തല്ല, വർഗീയവാദികളല്ല. അപ്പോൾ എളുപ്പത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള അണിനിരത്തലുകളെ, രാഷ്ട്രീയവും വർഗീയവുമായിട്ടുള്ള അണിനിരത്തലുകളെ എതിർത്താൽ അതിനെ ഉടൻ പ്രതിരോധിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? വിശ്വാസത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വിശ്വാസത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ വർഗീയവാദികളും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീയുടെ ജീവനാംശത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ EMSനെയും EMSൻ്റെ പ്രസ്ഥാനത്തെയും ന്യൂനപക്ഷ വർഗീയവാദികൾ എതിർത്തത് വിശ്വാസത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വിശ്വാസത്തെ ഒരു മറയായിട്ട് ഉപയോഗിക്കുക എന്നത് വർഗീയ ശക്തികൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ വെല്ലുവിളി
വിശ്വാസിയെ വർഗീയവാദിയിൽ നിന്ന് വേർതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ സാംസ്കാരിക തലത്തിലും ആശയതലത്തിലും ഉള്ള ഇടപെടൽ ശക്തിപ്പെടുത്തുക. ഇടതുപക്ഷ പുരോഗമന ശക്തികൾ ഒഴിച്ചിട്ട ആ ശൂന്യമായിട്ടുള്ള ഇടങ്ങളിലാണ് ഇവർ കയറിപ്പറ്റിയത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അവിടെ ചെറുക്കുക. പ്രതിരോധം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അതിനെ രാഷ്ട്രീയ പ്രതിരോധമായിട്ട് വികസിപ്പിക്കുക. ഇപ്പോൾ സംഭവിക്കുന്നത് രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാവുന്നു, ഈ മേഖലകളിൽ പ്രതിരോധം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നവോത്ഥാന കാലത്ത് എന്നതുപോലുള്ള ആശയപ്രചരണം, സാംസ്കാരിക പ്രവർത്തനം നടക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ, ചട്ടമ്പിസ്വാമിയെ പോലുള്ള ആളുകൾ, വാഗ്ഭടാനന്ദനെ പോലുള്ള ആളുകൾ ഒക്കെ നടത്തിയതുപോലുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടൽ, ആശയപ്രചരണം, അതാണ് അതുപോലെ ആവർത്തിക്കുക എന്നുള്ളതല്ല. അന്നത്തെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ഇന്ന് അതുപോലെ ആവർത്തിച്ചത് കൊണ്ടായില്ല. പക്ഷേ ആശയപ്രചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തലത്തിൽ ഇതിനെ ചെറുക്കാതെ രാഷ്ട്രീയ തലത്തിൽ മാത്രം ചെറുക്കാനാവുകയില്ല. അതുപോലെ ജനകീയവും മതനിരപേക്ഷവുമായ ഒരു സാംസ്കാരിക പദ്ധതി മുന്നോട്ട് വയ്ക്കണം. ഇപ്പം എന്താ ചെയ്യുന്നത്? വിശ്വാസത്തെ സംസ്കാരമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ സംസ്കാരം മതാത്മകം മാത്രമല്ല, മതാത്മകമല്ല, മതനിരപേക്ഷമാണ്. ഏതൊരു നാടിൻ്റെയും സംസ്കാരം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംസ്കാരം, ജനകീയമായൊരു സംസ്കാരം നമ്മുടെ നാടിനുണ്ട്, മതനിരപേക്ഷമായൊരു സംസ്കാരമുണ്ട്. ഇപ്പം ആദിവാസികളുടെ സംസ്കാരത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. എങ്ങനെയാണ് ആദിവാസി സംസ്കാരത്തെ സംസ്കൃതവൽക്കരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്? നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ജനകീയ പാരമ്പര്യത്തെ, മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുക, അതിനെ സജീവമാക്കുക എന്നതാണ് ഇന്ന് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ജനകീയ സാംസ്കാരിക ഇടപെടലുകളുടെ മാതൃകകളും ചരിത്രവുമുണ്ട്. കവിയരങ്ങുകൾ സജീവമായിരുന്ന ഒരു കാലമുണ്ട്. അതുപോലെ നാടൻ കലകളെ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാലമുണ്ട്. KPSC പോലുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയിൽ വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നീട് കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ ജനകീയ ഫിലിം സൊസൈറ്റികൾ രൂപപ്പെട്ടു വന്നു, പ്രാദേശികമായ ചലച്ചിത്രമേളകൾ രൂപപ്പെട്ടു വന്നു. ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ കൂടി കാലമാണ്. ധാരാളം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, പക്ഷേ ഇന്ത്യയിൽ ഇത്രയും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന വേറൊരു സംസ്ഥാനം ഉണ്ടാവും തോന്നുന്നില്ല. അത്രയേറെ. നമുക്കാണെങ്കിൽ ഇപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ വരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എന്താണ് സ്ഥിതി? ജില്ലാടിസ്ഥാനത്തിലുണ്ട്, ധാരാളമുണ്ട്. അവിടെയൊക്കെ ധാരാളം പേർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, പുതിയ തലമുറയിൽപ്പെട്ടവർ വരുന്നുണ്ട്. അത്തരം പ്രതിരോധങ്ങളെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരിക, ശക്തിപ്പെടുത്തുക. ഫിലിം ഫെസ്റ്റിവൽ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുള്ളവയെ അത് ഇടതുപക്ഷ പുരോഗമന ശക്തികൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്, പിന്നെയും കൂടുതൽ സമയമെടുക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ വിഷയമാണ്, ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും ഒരു സാംസ്കാരിക പ്രതിരോധം ഉയർത്തുക എന്നതാണ്. അതിനുള്ള റിസോഴ്സസ് കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. അതിനുള്ള സാംസ്കാരികവും ബൗദ്ധികവുമായ വിഭവശേഷി ഇടതുപക്ഷത്തിനുണ്ട്. അത് ഉപയോഗിക്കുക, അതിനെ ഒരു കാര്യപരിപാടിയാക്കിയിട്ട് വികസിപ്പിക്കുക, പ്രായോഗിക കാര്യപരിപാടിയായിട്ട് വികസിപ്പിക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും അത്തരം ചർച്ചകളും അന്വേഷണങ്ങളും കൂടുതൽ ശക്തിപ്പെടേണ്ട, കൂടുതൽ വേഗമാർജിക്കേണ്ട ഒരു കാലമാണിത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുരളി മാഷുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവോടുകൂടി തലകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനം. ഇന്ന് തോരാതെ മഴ പെയ്യുകയാണെങ്കിലും ഇത്തരമൊരു പ്രൗഢ സദസ്സ് നമുക്ക് മുന്നിലായിരിക്കാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഒരു നാമധേയമേ ഉള്ളൂ, പ്രൊഫസർ M. മുരളീധരൻ. ആ പേരിനോട് കൂറു പുലർത്തുന്ന, സ്നേഹം പുലർത്തുന്ന, കക്ഷി രാഷ്ട്ര ഭേദമൊന്നുമില്ലാതെ ഇന്നിവിടെ കൂടെ ചേർന്നിരിക്കുന്നവർക്കെല്ലാവർക്കും ഒറ്റ വികാരം മാത്രം, സ്നേഹം. മുരളി മാഷോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഇന്നിവിടെ ആയിരിക്കാനും ഈ ഒരു പുരസ്കാരം നേടാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സന്തോഷത്തെക്കാൾ ഉപരി എൻ്റെ മനസ്സിൽ നിറയുന്ന വികാരം കൃതജ്ഞതയാണ്. കാരണം മറ്റൊന്നുമല്ല, M. മുരളീധരൻ മാഷ് എന്ന് പറയുന്നത് ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ്, സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ്, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്.
വലിയ സഹോദ്വലയമുള്ള ആളാണ് എന്നൊക്കെയും ഇത്രയും നേരമുള്ള പ്രസംഗങ്ങളിൽ നിന്നും ഇവിടെ കൂടിയിരുന്ന ഓരോരുത്തരുടെ സംഭാഷണങ്ങളിൽ നിന്നും എനിക്ക് വളരെ അത്ഭുതത്തോടെ കേൾക്കാനും സാധിച്ചു, മനസ്സിലാക്കാനും സാധിച്ചു. അത്തരമൊരു മഹാനായ അധ്യാപകൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിക്കുക എന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായി ഞാൻ കരുതുന്നു. അത് ഏറ്റവും സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ, സവിനയം ഞാൻ സ്വീകരിക്കുന്നു. അതോടൊപ്പം ഈ ബഹുമതി എന്നത് ഒരു ഉത്തരവാദിത്തമായി കാണുന്നു ഞാൻ. കാരണം ഇനി മുന്നോട്ടുള്ള അധ്യാപന ജീവിതം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ, കൂടുതൽ കൃത്യതയോടെ, ക്രിയാത്മകതയോടെ, കൂടുതൽ വളരെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ ഇത്തരം ഒരു ബഹുമതിയിൽ എന്നെ തിരഞ്ഞെടുത്ത ശ്രീ മുരളീധരൻ സാറിൻ്റെ സ്മാരക സമിതി അംഗങ്ങളോടും കുടുംബാംഗങ്ങളോടും വിധികർത്താക്കളോടുമൊക്കെയുള്ള ഏറ്റവും അകമഴിഞ്ഞ നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തട്ടെ. എന്നെക്കുറിച്ച് സംസാരിച്ച അജിത ടീച്ചറും കൗമ്പായി സാറും ഒക്കെയും പറയുമ്പോഴൊക്കെയും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതിനൊക്കെ ഞാൻ അർഹയാണോ എന്നൊരു ചെറിയ സംശയം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എങ്കിലും എല്ലാവരുടെയും സ്നേഹം ലഭിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അവാർഡ് അല്ലെങ്കിൽ ഒരു പ്രശംസയേക്കാളുപരി ഉത്തരവാദിത്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുരളീധരൻ മാഷെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു അവസരം അല്ലെങ്കിൽ കാണാൻ സാധിച്ചിട്ടില്ല, അതിനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നൊരു ചെറിയ വിഷമമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ ഞാൻ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ കോളേജിൽ രേണു മിസ്സിൻ്റെ അടുത്ത് മാത്സ് ട്യൂഷന് പോയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അജിത് രാജ സാറും രേണു മിസ്സും ഒക്കെ പലപ്പോഴും സംസാരത്തിൽ എന്നും ഞാൻ കേൾക്കുന്ന പേരുകളാണ് മുരളി മാഷിൻ്റെയും മേനോൻ സാറിൻ്റെയും ഒക്കെ. ഒരു പക്ഷേ ആ സമയങ്ങളിൽ അവരവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്നൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ഇത്രയും വൈകാരികമായി എനിക്ക് മുന്നിൽ സംസാരിച്ച ഓരോരുത്തരും എത്രത്തോളം അടുപ്പമാണ് അത്തരമൊരു വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് സംസാരിച്ചത്. എന്തുകൊണ്ടോ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖം മനസ്സിലുണ്ട്. ഒരുപക്ഷെ മുരളി സാറെ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സരളാൻ്റിയെ എനിക്ക് ഒരുപാട് കാലമായി പരിചയമുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും ആ പരിചയം പുതുക്കാൻ സാധിച്ചു എന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എൻ്റെ അധ്യാപന ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ വളരെ ആകസ്മികമായി അധ്യാപികയായ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ അങ്ങനെ വളരെ ആസൂത്രിതമായി അധ്യാപികയായി വന്ന ഒരു വ്യക്തിയോ അല്ല. കാരണം ചെറുപ്പം മുതൽ, അതായത് ഒരുപക്ഷെ സ്കൂളിൽ പോകുന്ന കാലത്തിന് മുന്നേ തന്നെ ഞാൻ സ്വപ്നം കണ്ടതും ലക്ഷ്യം വെച്ചതും എത്തിച്ചേരാൻ ആഗ്രഹിച്ചതും സിവിൽ സർവീസ് എന്ന പദവിയാണ്. ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച അജിത ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ നേടിയ നേട്ടങ്ങളും റാങ്കുകളും ഒക്കെയും സിവിൽ സർവീസിലേക്ക് എത്താനുള്ള ഒരു ചുവട്ടുപടി മാത്രമായിട്ടും അല്ലെങ്കിൽ ആ യാത്രയുടെ ഭാഗമായി മാത്രമാണ് ഞാൻ കരുതിയത്. വേറൊരു ജോലി മേഖലയെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും എൻ്റെ ചിന്തയിൽ വന്നിട്ടേയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിയതി എന്നൊന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതം നമുക്ക് വേണ്ടി പല പാതകളും തുറന്നു വെച്ചിട്ടുണ്ടാവാം. നാം ആഗ്രഹിക്കുന്ന പാതകൾ തന്നെ നമ്മളെ തേടി എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നാം ആഗ്രഹിച്ചതോ കൊതിച്ചതോ ആയ പാതയെ കഴിഞ്ഞും ജീവിതം നമുക്ക് തരുന്നത് അതിമനോഹരമായ മറ്റൊരു പാതയിലാവാം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വളരെ ആകസ്മികമായി ഞാൻ അധ്യാപനത്തിലേക്ക് എത്തിപ്പെട്ടാലും വളരെ നിർവൃതിയോടെ സംതൃപ്തിയോടെ ഞാൻ എത്തി നിൽക്കുന്ന മേഖല തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഞാൻ PG സെൻറ്റ് തോമസ് കോളേജിലാണ് MA എക്കണോമിക്സ് പഠിക്കുന്നത്. PG കഴിഞ്ഞ ഉടനെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ തൃശ്ശൂർ വിമല കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ ജോയിനിങ്, ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയായിരുന്നു. കാരണം ഒരു വിമല കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് എഴുതിയിട്ടാണ് വിമല കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. വിമല കോളേജിൽ ജോയിൻ ചെയ്ത് 1-2 മാസങ്ങൾക്കുള്ളിൽ പ്രിലിംസിൻ്റെ റിസൾട്ട് വരികയും ഞാൻ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അതേപോലെ ഇന്ന് ഈ അവാർഡ് നേടാൻ സാധിച്ചതിലും അതിന് പങ്കാളികൾ ആയി അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കാനായി എന്നെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ജോലി അല്ലെങ്കിൽ അധ്യാപന ജീവിതം തൃശ്ശൂർ വിമല കോളേജിലും സെൻറ്റ് മേരീസ് കോളേജിലുമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ എന്നെന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള എൻ്റെ പ്രിൻസിപ്പൽമാരെയും മാനേജർമാരെയും സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും NSS വോളണ്ടിയേഴ്സിനെയും ഒക്കെയും
വളരെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്. എൻ്റെ PG പഠനകാലം സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. സെൻറ്റ് തോമസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാർസിൻ്റെ പ്രസിഡൻ്റ് അടക്കം മിക്കവാറും ഭാരവാഹികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതും സെൻറ്റ് തോമസ് എന്നും എന്നെ കൂടെ ചേർത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അവരോടും ഈ അവസരത്തിൽ അഭമ്യമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ശക്തൻ തമ്പുരാൻ കോളേജും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവിൻ്റെ ഭാഗമാണ്. അജിത് രാജ സാറും രേണു മിസ്സും മിസ് പ്രസന്നയും അജിത് ടീച്ചറും അടക്കം ശക്തൻ തമ്പുരാൻ കോളേജിൻ്റെ വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അവരോരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഡിയർ മാം, ടുഡേ ഐ ജസ്റ്റ് വാണ്ട് ടു കൺഫെസ് ദാറ്റ് I have always been one of your admirer for long years, and I was so fortunate and happy to be having your presence here and to receive an award from here. See, actually I have my entire career except St. Thomas College, I have very closely connected with all women institution. I worked in women institution, I studied in women institution, and I am born as a single girl child to my parents. So I have always, truly, naturally, I have an affinity towards to the aspirations of women. My husband often tell I am a feminist, but actually I have that much aspirations with me. And comrade Brinda Karat, she is a very compassionate, she is having an exemplary journey with women justice and women empowerment. So I am very much truly blessed to have a stage dice with her and to receive an award with her. I am truly fortunate, ma'am, and I express my heartfelt gratitude and profound respect and admiration to you, ma'am. Thank you. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ ബന്ധുജനങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഡോക്ടർ പ്രേംലാൽ, ഞങ്ങളുടെ ഏക മകൻ ശങ്കർ അഭിമന്യു, എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരില്ലെങ്കിൽ ഞാനില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നും എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ളത് എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. എല്ലാവർക്കും ഇന്നിവിടെ ഈ വൈകിയ വേളയിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിയിട്ടുണ്ട്. വല്യമ്മമാരടക്കം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകം സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള, എന്നെ സ്നേഹിച്ച് പിടിച്ച, എന്നെ വിശ്വസിച്ച, എന്നെ മുന്നോട്ട് നയിച്ച ഓരോരുത്തർക്കും ഞാൻ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ഈവൻറ്റിൻ്റെ ഏറ്റവും എൻലൈറ്റഡ് വെർഷൻ എന്ന് പറയുന്നത് കമ്മിറ്റഡായ ലവ്ലി ആൻഡ് അഫക്ഷനേറ്റ് ഓഡിയൻസ് ആണ് എന്നെൻ്റെ അഭിപ്രായം. കൃഷ്ണൻ നായർ സാറിനെ പോലുള്ളവർ UP എല്ലാവരും സദസ്സിൻ്റെ അറ്റൻഡൻസ് ഒന്നും എടുക്കുന്നില്ല. ഏറ്റവും വൈകിയ വേളയാണെങ്കിലും ഈ സദസ്സിനോടുള്ള പുള്ളിമാഷ് ഫൗണ്ടേഷൻ്റെ ഗൈതവമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു കോമ്രേഡ് വൃന്ദ കാരറ്റ് കെയിം ഓവർ ഹിയർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് പർപ്പസ്. ദാറ്റ് മച്ച് love and affection she maintains with the Murlimash family as well as Trichurites. I, from my heart, express our sincere thanks, Comrade Vrinda Karat, for with us and Murlimash. Thank you. MP രാജേഷ് സദസ്സ് ആവശ്യപ്പെട്ടത്രയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, സമയക്കുറവാണ് കാരണം. പക്ഷേ ക്രക്സ് കിട്ടിയിട്ടുണ്ട്. വളരെ ചലഞ്ചിങ് ആയിട്ട് തന്നെയാണ് ആ വിഷയം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. മുരളിമാഷിൻ്റെ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞയായി മാറേണ്ടത് നിശ്ചയമായും MP രാജേഷിൻ്റെ വാക്കുകളാണ് എന്നെനിക്ക് തോന്നുന്നു. ഔപചാരികമായിട്ട് ധന്യശങ്കർ നന്നായിട്ട് പറഞ്ഞു. പോരാ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടി. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഇനിയും ഉണ്ടാകട്ടെ. നന്ദി, കൺഗ്രാറ്റ്സ്. ബാക്കി എല്ലാവരും, കുമാരി മേധാപി നന്നായിട്ട് കാവ്യാപലനം നടത്തി. ഡോക്ടർ പ്രദീപ് കുമാർ, കാവുമ്പായി ബാലകൃഷ്ണൻ MLA തിരക്കിനിടയിലും ഓടിയെത്തി. ശ്രീരാജൻ ജെ പല്ലൻ MLA, ശ്രീമതി TG അജിത, അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
हो तुम बेहद हंसी ऐसे बुरे हम भी नहीं माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं कुछ दिल रुबा तुम हमसे खुश हो या कहा तिरछी नजर तीखी अदा लगते हो क्यों बेसार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं तुम दो कदम दो साथ अगर आसान हो जाए सफर छोड़ो भी ये दुनिया का डर तोड़ो न इनकार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से